അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എരുന്തിറച്ചി, പല നാട്ടിലും കക്ക എന്നൊക്കെ പറയുന്ന ഇത് നമ്മളെ നാട്ടിലേക്ക് എരുന്ത് എന്നാണ് കേട്ടോ പറയുന്നത്. പലർക്കും എരുന്ത് എന്ന് പറഞ്ഞപ്പോൾ അറിയുണ്ടായിരുന്നില്ല. നിങ്ങളുടെ നാട്ടിലേക്ക് ഇനി എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. കുറേ മുമ്പ് ഞാൻ എരുന്ത് കറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ തോടോടുകൂടെ തന്നെയാണ് കേട്ടോ കറി വയ്ക്കാറ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ കറിയൊക്കെ കൂട്ടിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആ എരുന്തൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നമ്മളത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് തിളച്ച ശേഷം നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേണ്ട തേങ്ങ കൂടി അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് തോടോടുകൂടെയുള്ള എരുന്താണ്. നമുക്ക് ഈ എരുന്തിൻ്റെ ഇറച്ചി മാത്രമായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് പൊരിക്കുകയോ ഫ്രൈ ആക്കുകയോ ഒക്കെയാണ് കേട്ടോ ചെയ്യുക. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നമ്മളതിൽ തക്കാളിയോ പച്ചമുളകോ ഇഞ്ചി അങ്ങനെ ഒന്നും ഇടാറില്ല കേട്ടോ. ഈ എരുന്തിനൊരു നല്ല പ്രത്യേക പുളി ടേസ്റ്റാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളിതിലൊന്നും ഇടാതെ വെറും തേങ്ങ മാത്രം അരച്ച് ചേർക്കാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ ഇതേ നമ്മുടെ എരുന്തൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ കറിയിലേക്ക് തേങ്ങയൊക്കെ ചേർത്തു. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. പിന്നെ നമ്മളതിൽ കുറച്ചൊരു കറിവേപ്പില കൂടി ചേർക്കും. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള എരുന്ത് കറി ഇവിടെ റെഡിയായി. അപ്പം നിങ്ങളാരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ തേങ്ങയും മുളകും ഒന്നും അരയ്ക്കാതെ വെറുങ്ങനെ ഒരു താളിപ്പ് പോലെ അങ്ങനെയും വെക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഉപ്പും പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. അങ്ങനെ വേവിച്ചാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടേക്കൊക്കെ എല്ലാ ടൈമിലും ഈ എരുന്ത് കിട്ടും കേട്ടോ. പക്ഷേ ഈ ഒരു ടൈമിലാണ് ഈ എരുന്തിന് നല്ലൊരു പുളി രസമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ എരുന്ത് ഇതിൻ്റെ ഈ വെള്ളത്തോടു കൂടെ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ചുമന്നുള്ളിയൊക്കെ മുറിച്ച് വറവിട്ടിട്ട് കറി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇങ്ങനെ വെറുങ്ങനെ ഒന്നും പുളിയോ തക്കാളിയോ ഒന്നും ഒഴിക്കാതെ ഈ ഒരു എരുന്തിൻ്റെ പുളിയോട് കൂടി വെക്കുന്ന കറിയാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത്. അതിൻ്റെ ഗുണവും ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.